കൃഷ്ണ. ലോകമെമ്പാടുമുള്ള ഭക്തലക്ഷങ്ങളുടെ അഭയകേന്ദ്രമാണ് ഗുരുവായൂർ. ഗുരുവായൂർ പുണ്യപുരിയിൽ ഇന്ന് ഉത്സവത്തിൻ്റെ 7ാം ദിവസമാണ്. ഇന്ന് ഉച്ചപൂജയ്ക്ക് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഭക്തി നിർഭരമായിട്ടുള്ള ഒരു അലങ്കാരമാണ് ഉള്ളത്. 2 കാൽമുട്ടുകളും ഇങ്ങനെ ഭൂമിയിൽ കുത്തി നിന്ന് നിവർന്ന് നിൽക്കുകയാണ് ഉണ്ണി. മുട്ടുകുത്തി നിവർന്ന് നിൽക്കുന്ന രൂപം. കയ്യിലാണെങ്കിലോ വെണ്ണയുണ്ട്, മുരളിയുണ്ട്. ഒരു കയ്യിൽ വെണ്ണയുടെ ഉരുളിയും മറു കയ്യിൽ ഓടക്കുഴലും ഒക്കെ പിടിച്ച് മുട്ടുകുത്തി നിവർന്ന് നിൽക്കുന്ന രൂപത്തിലാണ് നമ്മുടെ പൊന്നുണ്ണിയുടെ അലങ്കാരം. മുട്ടുകാലുകൾ രണ്ടും നിലത്ത് കുത്തി ശരീരം നേരെ നിവർത്തിയിട്ടാണ് കണ്ണൻ നിൽക്കുന്നത്. വലത് കയ്യിൽ ഭക്തർ നൽകുന്ന സ്നേഹമാകുന്ന വെണ്ണയും ഇടത് കയ്യിൽ പ്രപഞ്ചനാഥം മുതിർക്കുന്ന ഓടക്കുഴലും. തൃപ്പാദങ്ങളിൽ തിളങ്ങുന്ന പൊന്തളകളുണ്ട്. അരയിൽ കിളിങ്ങണ കിങ്ങിണിയുണ്ട്. കഴുത്തിൽ മനോഹരായിട്ട് മാങ്ങാമാലയുണ്ട്. നെറ്റിയിൽ സ്വർണ്ണഗോപിയുണ്ട്. മുഖത്ത് വിരിയണ ആ ദിവ്യ മന്ദഹാസമുണ്ട്. ഭക്തജനങ്ങളെ എല്ലാവരും, ഭക്ത മനസ്സുകളെ എല്ലാത്തിനെയും ഇങ്ങനെ ആനന്ദത്തിലാഴ്ത്തുന്ന രൂപമാണത്. പൊന്നിൻ കിരീടത്തിന് മുകളിലായിട്ട് 3 തിരുമുടി മാലകളാണ് ചാർത്തിയിട്ടുള്ളത്. തെച്ചിപ്പൂവും തുളസിയും വെളുത്ത പുഷ്പങ്ങൾ നന്ദ്യാർവട്ടവും ചേർത്തൊരുക്കിയ ആ മാലകൾ നമ്മുടെ കണ്ണൻ്റെ സൗന്ദര്യത്തെ എങ്ങനെ ഇരട്ടിയാക്കുകയാണ്. 2 വലിയ ഉണ്ടമാലകൾ കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട്. ഇതിന് പുറമേ ആയിട്ട് വിധാനമായിട്ട് താമരമാലകളും തുളസിമാലകളും ഇങ്ങനെ ഭക്തി സാന്ദ്രാക്കുന്ന രീതിയിൽ എന്നെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. പുഷ്പാലങ്കാരങ്ങൾക്കിടയിൽ നിൽക്കുന്ന കണ്ണനെ ഉണ്ടല്ലോ, എന്താ ഒരു ഭംഗിയെന്നറിയോ. സർവേശ്വരനാണെങ്കിലും ഭക്തൻ്റെ സ്നേഹത്തിന് മുന്നിൽ താൻ വിനീതനാണ് എന്ന കണ്ണൻ ആ ഒരു മുട്ടു കുത്തി നിൽക്കുന്ന ഭാവത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. നമ്മുടെ മനസ്സാകുന്ന പാലിൽ നിന്ന് ഭക്തിയാകുന്ന മന്ഥനം ഉപയോഗിച്ച് കടഞ്ഞെടുത്ത ശുദ്ധമായ സ്നേഹമാണ് വെണ്ണ. ആ വെണ്ണ സ്വീകരിക്കാൻ നമ്മുടെ ഉണ്ണിക്കണ്ണൻ എപ്പോഴും സദാ സന്നദ്ധനാണ് എന്നുള്ളതാണ് പറയണത്. തന്നിലേക്ക് എത്തുന്ന ഓരോ ഭക്തനെയും അനുഗ്രഹിക്കാനായിട്ട് ഒരല്പം ഞാൻ താഴേക്ക് വരണു എന്നുള്ള രീതിയിലാണ് കണ്ണൻ നിൽക്കുന്നത്. നമ്മുടെ ദുഃഖങ്ങളിൽ എപ്പോഴും കൂടെ ഉണ്ട് എന്ന് പറയാനാണ് കണ്ണൻ. ഭക്തിയോടെ നമ്മൾ ഈ രൂപം കാണുമ്പോൾ നമ്മുടെ മനസ്സിലും ശാന്തി നിറയട്ടെ. ആ കുഞ്ഞു തൃപ്പാദങ്ങളിൽ നമുക്ക് വീണ് നമസ്കരിക്കാം. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുക്കാനും ഭഗവാന്റെ ചൈതന്യം എന്നും ഉള്ളിൽ നിലനിൽക്കാനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. നമുക്കൊരുമിച്ച് നാരായണനാമം ജപിക്കാം, ഉറക്കെ ജപിക്കാം. നാരായണ നാരായണ നാരായണ. കൃഷ്ണ ഗുരുവായൂരപ്പ.